ഹായ് എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കുന്നത് ജാവൻ്റെ കൺസ്ട്രക്റ്റേഴ്സ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് അതിൽ കുറച്ച്, അതുപോലെ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ എന്താണ് കൺസ്ട്രക്ടർ എന്ന് നോക്കാം. ഓക്കെ, ഇൻ ജാവ എ കൺസ്ട്രക്ടർ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ്സ് സിമിലർ ടു ദ മെത്തേഡ്. ഓക്കെ, അപ്പോൾ മെത്തേഡ് എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അത് ജസ്റ്റ് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആ മെത്തേഡിൻ്റെ അതായത് ഒരു സെറ്റ് ഓഫ് കോഡാണ് അത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം റൺ ചെയ്യിക്കണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു മെത്തേഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ശേഷം അതിനെ കോൾ ചെയ്തിട്ടാണ് അതിനെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള സെയിം ആയിട്ടുള്ള എന്താണ് ഒരു സിമിലർ ആയിട്ടുള്ള കോഡാണ് എന്ത് പറയുന്നത്, കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ എപ്പോഴാണ് നമ്മൾ കോൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് കോൾഡ് വെൻ ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ് ഈസ് ക്രിയേറ്റഡ്. ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് അതായത് ഒബ്ജക്റ്റിനെ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് എന്ത് കോൾ ചെയ്യാറുള്ളത്, കൺസ്ട്രക്ടറിനെ നമ്മൾ കോൾ ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ എൻഡിങ്ങിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണ്, ഒരു ക്ലാസിൻ്റെ സെയിം നെയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു കാര്യം കൂടി നോക്കാം. അറ്റ് ദ ടൈം ഓഫ് കോളിങ് കൺസ്ട്രക്ടറിനെ അതായത് കോൾ ചെയ്യുന്ന ടൈമിൽ വേറെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്ത്, മെമ്മറി ഫോർ ദ ഒബ്ജക്റ്റ് ഈസ് അലോക്കേറ്റഡ് ഇൻ ദ മെമ്മറി. അതായത് മെമ്മറിയിൽ നമുക്ക് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക മെമ്മറി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത്, ക്ലാസ്സിന് എന്ത് ആവശ്യമില്ല, മെമ്മറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒബ്ജക്റ്റിന് എന്താവശ്യമുണ്ട്, മെമ്മറി ആവശ്യമുണ്ട്. പക്ഷേ ഈ മെമ്മറി എപ്പോഴാണ് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത്, അതിനെ അതായത് കൺസ്ട്രക്ടറിനെ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് ഇത് നടക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ നടക്കുന്നത്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഇതൊരു പ്രത്യേകതരം മെത്തേഡാണ്. അതുമാത്രമല്ല വിച്ച് ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്യുന്നത്. ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അധികമൊന്നുമില്ല, അതായത് ഈ ഒബ്ജക്റ്റിലോട്ട് വാല്യൂസിനെയൊക്കെ അസൈൻ ചെയ്യുക. അപ്പോൾ വാല്യൂസ് എങ്ങനെയാണ്, ഇപ്പോൾ ഇതിലോട്ട് കൊടുക്കാനുള്ള വാല്യൂ എന്താണെന്നൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫാൾട്ടായിട്ടൊക്കെ വാല്യൂ വെക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പഠിക്കാം. ഓക്കെ, എവറി ടൈം ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ദ ന്യൂ കീവേഡ്. അതായത് എല്ലാ ടൈമിലും എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അറ്റ്ലീസ്റ്റ് വൺ കൺസ്ട്രക്ടർ ഈസ് കോൾഡ്. എന്ത് ചെയ്യണം, ഒരു കൺസ്ട്രക്ടറിനെ എങ്കിലും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ കോൾ ചെയ്യണം. ഓക്കെ, ഇറ്റ് കോൾസ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇഫ് ദർ ഈസ് നോ കൺസ്ട്രക്ടർ അവൈലബിൾ ഇൻ ദ ക്ലാസ്. നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ട് ആ ക്ലാസ്സിൽ എന്തില്ല, ഒരു കൺസ്ട്രക്ടറും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സ്വന്തമായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ജാവ കമ്പൈലർ എന്ത് ചെയ്യും, ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ടറിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ നെക്സ്റ്റ് പോയിന്റ് എന്താ, ദർ ആർ 2 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ഇൻ ജാവ. ജാവയിൽ ഇതുവരെ 2 ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എന്താണ്, നോ ആർഗ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നോ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല. ഓക്കെ, അതായത് ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ലാത്ത കൺസ്ട്രക്ടർ, അതായത് ഡിഫോൾട്ട് ആയിട്ടുള്ള കൺസ്ട്രക്ടർ. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ പാരാമീറ്റേഴ്സ് എന്ത് പാസ് ചെയ്തിട്ടുണ്ടാവും, അതായത് ആർഗ്യുമെന്റ്സ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിലാണ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ടാവില്ല, പാരാമീറ്റർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആർഗ്യുമെന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കൺസ്ട്രക്ടർ ബിക്കോസ് ഇറ്റ് കൺസ്ട്രക്ട് ദ വാല്യൂസ് അറ്റ് ദ ടൈം ഓഫ് ഒബ്ജക്റ്റ് ക്രിയേഷൻ. എന്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്ടറിനെ കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ, ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വാല്യൂവിനെ കൺസ്ട്രക്ട് ചെയ്യാം. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു കോഡ് റൺ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പോൾ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുക, അതായത് നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ട് അതിലെന്തൊക്കെ മെത്തേഡ്സ് ആണോ ഉള്ളത്, അതായത് ഒരു ക്ലാസ്സിൻ്റെ ബിഹേവിയേഴ്സ് ഉണ്ടാവും, ഒരു മെത്തേഡ്സ് എന്താണുള്ളത്, ആ മെത്തേഡിനെ കോൾ ചെയ്തിട്ടാണ് പ്രോഗ്രാം എന്ത് ചെയ്യാറുള്ളത്, റൺ ചെയ്യിക്കാറുള്ളത്. ഓക്കെ,
പക്ഷേ അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ നടക്കുക, ആ മെത്തേഡിനകത്ത് എന്തൊക്കെ കോഡ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നോർമലി നമ്മൾ എന്തെങ്കിലും നെയിം പ്രിന്റ് ചെയ്യിക്കാനോ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യം എക്സാമ്പിൾ ആയിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ അതാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യമാണ് ചെയ്യുക. പക്ഷേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെത്തേഡ്സ് ഒന്നും കോൾ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കൺസ്ട്രക്ടറിനെ നമ്മൾ അവിടെ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്ത്, കൺസ്ട്രക്ടർ എന്ന് പറയുന്ന സെയിം ഒരു മെത്തേഡിൻ്റെ സെയിം രീതിയിലുള്ള മറ്റൊരു മെത്തേഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ സെയിം നെയിമുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ എന്തെങ്കിലും കോഡോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് വർക്ക് ചെയ്യുക, ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം എപ്പോഴാണോ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം വാല്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു റൈറ്റ് എ കൺസ്ട്രക്ടർ ഫോർ എ ക്ലാസ്. ഒരു ക്ലാസ്സിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നെസസറി, അത് നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല, കൺസ്ട്രക്ടർ കൊടുക്കണമെന്നില്ല. കാരണം എന്താണ്, ഇറ്റ് ഈസ് ബിക്കോസ് ജാവ കമ്പൈലർ ക്രിയേറ്റ്സ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇഫ് യുവർ ക്ലാസ് ഡസൻ ഹാവ് എനി. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിന് എന്തില്ല, ഒരു ഡിഫാൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജാവ കമ്പൈലർ എന്ത് ചെയ്യും, ഒരു കൺസ്ട്രക്ടറിനെ അവിടെ കൊടുക്കും ഡിഫോൾട്ടായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ഒരു അതായത് ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ റൂൾസും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിലെ മെയിൻ കാര്യം എന്താ, കൺസ്ട്രക്ടർ നെയിം മസ്റ്റ് ബി ദ സെയിം ആസ് ഇറ്റ്സ് ക്ലാസ് നെയിം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞു. ഓക്കെ, ക്ലാസ്സിൻ്റെ സെയിം നെയിമിലായിരിക്കും എന്ത് ക്രിയേറ്റ് ചെയ്യുക, കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എ കൺസ്ട്രക്ടർ മസ്റ്റ് ഹാവ് നോ എക്സ്പ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ്. എക്സ്പ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൺസ്ട്രക്ടറിന് എക്സ്പ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിന് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെയിം നെയിം തന്നെ ആയിരിക്കും, ബൈക്ക് എന്ന് പറയുന്ന നെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പബ്ലിക് ബൈക്ക് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു കർലി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അതിലോട്ട് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ടൈപ്പ്, സാധാരണ നമ്മളൊരു മെത്തേഡിന് എവിടെ റിട്ടേൺ ടൈപ്പ് അവിടെ കൊടുക്കാറുള്ളത്, ആ ഒരു പബ്ലിക് എന്ന് കഴിഞ്ഞിട്ട് മെത്തേഡിൻ്റെ നെയിം എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇൻഡ് എന്നോ അല്ലെങ്കിൽ വോയിഡ്, അതിന് റിട്ടേൺ ടൈപ്പ് ഇല്ലെങ്കിൽ വോയിഡ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇൻഡ്, അല്ലെങ്കിൽ ഏതാണ് സ്ട്രിങ് ആണോ നമ്മൾ ഏതാണോ റിട്ടേൺ ടൈപ്പ് അതവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, മെത്തേഡിൻ്റെ നെയിമില്ലേ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതാണ് എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ്. ഓക്കെ, അപ്പോൾ അത് എന്തില്ല, കൺസ്ട്രക്ടറിന് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താ, എ ജാവ കൺസ്ട്രക്ടർ കനോട്ട് ബി അബ്സ്ട്രാക്ട്. ഇതെന്തില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അബ്സ്ട്രാക്റ്റ് ആവില്ല. പിന്നെ അതുമാത്രമല്ല സ്റ്റാറ്റിക്, ഫൈനല്, സിങ്ക്രണൈസ്ഡ്, ഇതൊന്നും എന്താവില്ല, ജാവ കൺസ്ട്രക്ടർ ഇതൊന്നും ആവില്ല. ഓക്കെ, അങ്ങനത്തെ ആ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ അബ്സ്ട്രാക്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക്, ഫൈനല്, സിങ്ക്രണൈസ്ഡ് എന്താണെന്നൊക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോസിലായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, വി ക്യാൻ യൂസ് ആക്സസ് മോഡിഫയേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് മോഡിഫയേഴ്സ് നോക്കാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മുമ്പ് കഴിഞ്ഞൊരു വീഡിയോസിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, വൈൽ ഡിക്ലെയറിങ് എ കൺസ്ട്രക്ടർ, ഒരു കൺസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാം, ആക്സസ് മോഡിഫയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് എന്താ, ഇറ്റ് കൺട്രോൾസ് ദ ഒബ്ജക്റ്റ് ക്രിയേഷൻ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ എന്ത് ചെയ്യും, ഇത് കൺട്രോൾ ചെയ്യും. എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഇതിപ്പോൾ പ്രൈവറ്റ് ആണോ, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആണോ, പബ്ലിക് ആണോ, ഡിഫോൾട്ട് ആണോ, ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു കൺസ്ട്രക്ടറിനെ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു പോയിന്റ് എന്താ, നമുക്ക് ടൈപ്സ് ഓഫ് ജാവ കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, ജാവ കൺസ്ട്രക്ടേഴ്സിൻ്റെ ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് നമ്മൾ മുമ്പ് പറഞ്ഞു, ഏതൊക്കെ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, അതായത് നോ ആർഗ് കൺസ്ട്രക്ടർ എന്ന് നമ്മൾ പറഞ്ഞു. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അതിനെന്തില്ല, ആർഗ്യുമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല, അതായത് ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്താ കോഡും കാര്യങ്ങളും ഉള്ളത് അത് അതുപോലെ തന്നെ റൺ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ വേറൊരു ഇതും കൂടിയുണ്ട്, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാത്തത് മാത്രമല്ല, നമ്മളൊരു കൺസ്ട്രക്ടർ കാര്യങ്ങളൊന്നും ഒരു ക്ലാസ്സിനകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ജാവ കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ബൈ ഡിഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടറിനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു വാല്യൂസ് വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ചെയ്യാം, കാൽക്കുലേഷനും കാര്യങ്ങളോ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് നെയിം പ്രിന്റ് ചെയ്യിക്കാൻ, അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്.
പിന്നെ ജാവ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്താണെന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, എ കൺസ്ട്രക്ടർ ഈസ് കോൾഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വെൻ ഇറ്റ് ഡസൻ ഹാവ് എനി പാരാമീറ്റർ. അതായത് പാരാമീറ്റർ ഒന്നും ഇല്ലാത്ത ഒരു കൺസ്ട്രക്ടറിനെ എന്ത് പറയുന്നത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താ? ഒരു ക്ലാസ് നെയിം ഉണ്ടാവും സിമ്പിളായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ തന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അത്ര അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഡിഫാൾട്ടായിട്ട് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഓക്കെ അതിൻ്റെ സിൻടാക്സ് വരുന്നത്. നെക്സ്റ്റ് എന്താ? എക്സാമ്പിൾ ഓഫ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ ക്രിയേറ്റിംഗ് ദ നോ ആർഗ് കൺസ്ട്രക്ടർ ഇൻ ദ ബൈക്ക് ക്ലാസ്. ബൈക്ക് ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഇൻവോക്ഡ് അറ്റ് ദ ടൈം ഓഫ് ഒബ്ജക്റ്റ് ക്രിയേഷൻ. എപ്പോഴാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് എന്ത് പറയുന്നത്? നമ്മൾ ഈ ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ക്ലാസ് ബൈക്ക് 1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് നമുക്ക്. ഇവിടെ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കൂ, ബൈക്ക് 1 എന്ന് പറയുന്ന സെയിം നെയിം തന്നെയാണ് ഈ ഒരു കൺസ്ട്രക്ടറിനും വരുന്നത്. വേറെ ഇതിനകത്ത് വരുന്ന കോഡ് എന്താണ്? ജസ്റ്റ് ബൈക്ക് ഈസ് ക്രിയേറ്റഡ് എന്ന് പറയുന്നൊരു എന്തുണ്ട്? ജസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാനുള്ള ഒരു കോഡും കാര്യങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താ? താഴെ മെയിൻ മെത്തേഡ്. ഓക്കെ, ഈ മെയിൻ മെത്തേഡിനകത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു. എപ്പോൾ? ഒരു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂ എന്ന് പറയുന്ന കീവേഡാണ്. ഓക്കെ, അല്ലാതെ ഈ ബൈക്ക് 1 എന്ന് പറയുന്നതല്ല. ഓക്കെ, ഈ ബൈക്ക് 1 എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഒബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ന്യൂ കീവേഡ് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിഫോൾട്ടായിട്ടുള്ള നമ്മുടെ കൺസ്ട്രക്ടറിനെ ഇവിടെ കോൾ ചെയ്തു. വേറെ നമ്മൾ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ബി ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒന്നും വിളിക്കുന്നൊന്നുമില്ല. ഓക്കെ, പക്ഷേ എന്നാലും നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? ബൈക്ക് ഈസ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ, സ്പോട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റൺ ചെയ്യിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തിനകത്ത് കൊടുത്താൽ മതി? നമ്മൾ ഈ ഒരു കൺസ്ട്രക്ടറിന് അകത്ത് കൊടുത്താൽ മതി. അപ്പം അത് അവിടെ എന്തായിരിക്കും? റൺ ആവുന്നതാണ്. ഓക്കെ, വേറെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളത്. നെക്സ്റ്റ് ഒരു റൂൾ നോക്കാം. ഇഫ് ദർ ഈസ് നോ കൺസ്ട്രക്ടർ ഇൻ എ ക്ലാസ്, കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ്സ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അത് നമുക്കറിയാം. ഓക്കെ, എന്താണ് അതിൽ ഒരു ഡിഫോൾട്ടായിട്ട് നമ്മളൊരു കൺസ്ട്രക്ടർ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് നോക്കാം. ക്ലാസ് ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് സിമ്പിളായിട്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കമ്പൈലർ എന്ത് ചെയ്തു? അതിന് അകത്ത് എന്ത് ചെയ്തു? സെയിം ക്ലാസ് നെയിമുള്ള ഒരു കൺസ്ട്രക്ടറിനെ കൊടുത്ത്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കൊണ്ടുള്ള യൂസ് എന്താണ്? ഓക്കെ, നമ്മൾ നേരത്തെ എന്താ ചെയ്ത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതായത് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള, അതായത് ഒരു കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ദ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ദ ഡിഫോൾട്ട് വാല്യൂസ് ടു ദ ഒബ്ജക്റ്റ് ലൈക്ക് 0, നള്ള് എക്സെട്ര ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് പാസ് ചെയ്യുന്ന, അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഏതെന്താണോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും. അതായത് അത് മാത്രമല്ല, അതിൽ സ്റ്റേറ്റ്സ് ഉണ്ടാവില്ലേ, വേരിയബിൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂസ് അതിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, അതായത് ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്യുന്നു, അതായത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതിനോട് കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ഡിഫോൾട്ടായിട്ട് വാല്യൂസ് കൊടുക്കുന്നു. ആ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ദാറ്റ് ഡിസ്പ്ലേസ് ദ ഡിഫോൾട്ട് വാല്യൂസ്. ഓക്കെ, ഡിസ്പ്ലേ എന്ത് ചെയ്യുന്നു? ഡിഫോൾട്ട് വാല്യൂസ് എങ്ങനെയാണ് പ്രിൻ്റ് ആക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റുഡൻറ്റ് 3 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഇവിടെ രണ്ട് വേരിയബിൾസ്, ജസ്റ്റ് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ID അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ID-യിലും നെയിമിലും എന്തില്ല? നിങ്ങൾ ശ്രദ്ധിച്ചോ? വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് ID എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ നെയിം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വേറെ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു വോയിഡ് ആയിട്ട്, അതായത് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ,
വാല്യൂ ഓഫ് ഐ ഡി ആൻഡ് നെയിം. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെത്തേഡ് ടു ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് ഐ ഡി ആൻഡ് നെയിം. ഓക്കെ, ഐ ഡിയും അതുപോലെ തന്നെ നെയിമിനെയും പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന നോക്കും, മെയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഒന്നല്ല, ഇവിടെ 2 ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റുഡൻറ് 3 എന്ന് പറഞ്ഞിട്ട് S1 അതുപോലെ തന്നെ S2 എന്ന് പറയുന്ന 2 ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് ഇത്ര കാര്യം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഐ ഡിയിലൊന്നുമില്ല, അതുപോലെ തന്നെ നെയിമിലും ഒന്നുമില്ല, വാല്യൂ ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ 2 ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, S1.display എന്ന് വിളിച്ചു. S1.display എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യിക്കണം? ഈ system.out.printlnലുള്ള ഐ ഡി പ്ലസ് നെയിം, അതായത് ഐ ഡിയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് നെയിമും പ്രിന്റ് ചെയ്യിക്കണം. അതായത് അതിലെന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യിക്കണം. ഇനി അതുപോലെ തന്നെ S2നെയും നമ്മൾ ഡിസ്പ്ലേ ചെയ്യിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്തായിരിക്കും അവിടെ പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളത്? ആദ്യം വരുന്നത് ഐ ഡി ആണ്. ഇപ്പോൾ ഐ ഡിയിൽ നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ നെയിമിലും വാല്യൂ ഇല്ല. അപ്പോൾ ഈ ഐ ഡി എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻ്റ് ആണ്, ഇൻറ്റീജർ ആണ്. ഓക്കെ, ഇൻറ്റീജർ ആകുമ്പോൾ ഒരു ഡിഫാൾട്ട് വാല്യൂ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസ്ട്രക്ടറിനെ എന്തുകൂടി ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, എന്ത്? ഡിഫോൾട്ടായിട്ട് വാല്യൂ കൂടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ വാല്യൂ ആയിരിക്കും വന്നിട്ടുണ്ടാവാം? ജസ്റ്റ് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ താഴെ ഔട്ട്പുട്ടിൽ കൊടുത്തിട്ടുണ്ട് 0 അതുപോലെ തന്നെ നള്ള് എന്ന് പറഞ്ഞിട്ടുള്ള 2 വാല്യൂ ആണ്. അതായത് 2 ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേയും വിളിച്ചപ്പോൾ 2 ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അത് 0 അതുപോലെ തന്നെ നള്ള്, 0 നള്ള് എന്ന് 2 വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യാൻ കാരണം എന്താ? ഈ ഒരു കൺസ്ട്രക്ടറിനെ നമ്മളിവിടെ കോൾ ചെയ്തില്ലേ, ഈ കൺസ്ട്രക്ടർ എന്ത് ചെയ്തു? അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പ്ലേ എന്നതിനെ വിളിക്കുമ്പോൾ ഓൾറെഡി ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുന്ന ടൈമിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഐ ഡിയിൽ 0 എന്ന് പറയുന്ന ഒരു വാല്യൂം ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡിഫോൾട്ടായിട്ടൊരു വാല്യൂ 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നെയിമിൻ്റെ എന്താണ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സ്ട്രിങ് ആയതുകൊണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഡിഫോൾട്ടായിട്ട് നൾ എന്ന് പറയുന്ന വാല്യൂം ആദ്യം തന്നെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഇൻ ദ എബവ് ക്ലാസ് യു ആർ നോട്ട് ക്രിയേറ്റിംഗ് എനി കൺസ്ട്രക്ടർ. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസ്ട്രക്ടർ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ സോ കമ്പൈലർ പ്രൊവൈഡ്സ് യു എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. കമ്പൈലർ എന്ത് ചെയ്തു? നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു കൺസ്ട്രക്ടറിനെ പ്രൊവൈഡ് ചെയ്തു. അതെന്തായിരിക്കും? ആ ബൈക്കിൻ്റെ സെയിം നെയിമുള്ള ഒരു കൺസ്ട്രക്ടറിനായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഹിയർ 0 ആൻഡ് നൾ വാല്യൂസ് ആർ പ്രൊവൈഡഡ് ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. എന്നിട്ട് ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് എന്ത് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് 0 അതുപോലെ തന്നെ നള്ള് ഈ ഒരു വാല്യൂസ് ഒക്കെ മെമ്മറിയിൽ എന്ത് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ? ജാവ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അപ്പോൾ ജാവയിൽ എന്താണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയാം? അത് വളരെ സിമ്പിളാണ്. പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുക, അതായത് ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എ കൺസ്ട്രക്ടർ വിച്ച് ഹാസ് എ സ്പെസിഫിക് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഈസ് കോൾഡ് എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അപ്പോൾ എന്താ പറയുന്നത്? കൺസ്ട്രക്ടർ അതായത് ഒരു സ്പെസിഫിക് നമ്പർ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ളത്, അതുപോലെ തന്നെ എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ, അതായത് എത്ര നമ്പർ ഓഫ് എന്ത് പാസ് ചെയ്യാം? നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പാറ്റേൺസ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇൻറ്റ് വെച്ചിട്ട് ഒരു ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഇത് പാസ് ചെയ്യും, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യും, പാരാമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, ജസ്റ്റ് സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് പാസ് ചെയ്യാൻ പറ്റും? പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കൺസ്ട്രക്ടേഴ്സും ഉണ്ട്. വൈ യൂസ് ദ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ? എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? ദ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഡിഫറെൻറ്റ് വാല്യൂസ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. ഹൗ യു ക്യാൻ പ്രൊവൈഡ് ദ സെയിം വാല്യൂസ് ആൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ സെയിം ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ പാസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ടേഴ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ കൺസ്ട്രക്ടർ വർക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസിനെ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വാല്യൂസ് വെച്ചിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് ക്രിയേറ്റഡ് ദ കൺസ്ട്രക്ടർ ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എന്താണ് ക്ലാസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഹാവ് 2 പാരാമീറ്റേഴ്സ്. ഇതിനെന്തിട്ട് 2 പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദ കൺസ്ട്രക്ടർ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ
ആർഗ്യുമെന്റ്സ് അതുപോലെ തന്നെ പാരാമീറ്റർ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡിന് എപ്പോഴാണ് കോൾ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ മെത്തേഡ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സെറ്റ് ഓഫ് കോഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോഡിനകത്ത് കൊടുത്തിട്ടുള്ള അതാണ്, അതായത് ആ കോഡിലേക്ക് എന്തൊക്കെയാണോ വരുന്നത് അതിനാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് പാസ് ചെയ്യുന്നതിന് ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ജാവ പ്രോഗ്രാം ടു. ഓക്കെ, നെക്സ്റ്റ് ഇത് കാണിക്കുകയാണ്, നമ്മൾ കൺസ്ട്രക്ടറിന് എക്സാമ്പിൾ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റുഡൻറ്റ് 4 എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഇവിടെ നമുക്ക് ID ഉണ്ട്, ഇൻ്റെ ID ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിങ് നെയിം ഉണ്ട്. ഇനി നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്, ക്രിയേറ്റിംഗ് എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് 4 ആ ക്ലാസ്സിൻ്റെ സെയിം നെയിമുള്ള എന്ത് ചെയ്തു, നമ്മളൊരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്ത് കൊടുത്തു, ഇൻറ്റ് I അതുപോലെ തന്നെ സ്ട്രിങ് N എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, ID എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെ, ID അതുപോലെ തന്നെ നെയിമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ IDയിലോട്ട് ഈ സ്റ്റുഡൻറ്റ് 4 എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനെ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ കോൾ ചെയ്യുന്ന ടൈമിൽ പാസ് ചെയ്യുന്ന വാല്യൂസിൽ I എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ, ഓക്കെ, I എന്ന് പറയുന്ന പാരാമീറ്ററിലുള്ള വാല്യൂവിനെ എന്ത് ചെയ്യും, IDയിലോട്ട് അസൈൻ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ N എന്ന് പറയുന്ന ഇതിലുള്ള വാല്യൂവിനെ എന്ത് ചെയ്യും, നെയിമിലോട്ടും അസൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു മെത്തേഡ് കൂടി ഉണ്ട് എന്ത് ചെയ്യാൻ, ഈ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണോ കൊടുത്തിട്ടുള്ള ID അതുപോലെ തന്നെ നെയിമിനെയും നമുക്ക് പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഈ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ വെച്ചിട്ട് നോർമലി നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഒരു ഒബ്ജക്റ്റ് നമ്മൾ S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് 4 എന്നാണ് ക്ലാസിൻ്റെ നെയിം. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ മുമ്പ് എന്ത് ചെയ്തിട്ടില്ല, വാല്യൂസിനെ ഒന്നും പാസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസിനെ പാസ് ചെയ്യുന്നുണ്ട്. വാല്യൂസിനെ പാസ് ചെയ്യാൻ കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഒരു കൺസ്ട്രക്ടറിനെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 വാല്യൂ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് എന്താണ്, I എന്ന്, അതായത് ഇൻറ്റീജർ വാല്യൂ, മറ്റേ എന്താണ് സ്ട്രിങ് ആയിട്ടുള്ള 2 വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സ്ട്രിങ് ആദ്യം ഇൻറ്റീജർ വാല്യൂ 111 എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നെക്സ്റ്റ് സ്ട്രിങ് കരൺ എന്ന് പറയുന്ന ഒരു നെയിമും കൊടുത്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ S2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എന്താ, നമ്മൾ സ്റ്റുഡൻറ്റ് 4 എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനെ വീണ്ടും കോൾ ചെയ്തിട്ടുണ്ട്. അവിടെ 222 എന്ന് പറയുന്ന വാല്യൂ ആണ്. അതുപോലെ തന്നെ എന്താണ് അയൻ എന്ന് പറയുന്ന ഒരു നെയിം കൂടിയാണ് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്കിനി ഇപ്പോൾ നമ്മൾ ഇതിനെ പാസ് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ എവിടെയാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക, ഇതെപ്പോഴാണ് നമുക്ക് പ്രിൻ്റ് ആവാൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ, S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഈ സ്റ്റുഡൻറ്റ് 4 എന്ന് പറയുന്ന ആ ഒരു നമ്മൾ എന്ത് കോൾ ചെയ്തു, കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തില്ലേ, ആ കോൾ ചെയ്ത കൺസ്ട്രക്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, S1ൻ്റെ ഏതൊക്കെ ഉണ്ടാവും, ആ ഒരു ക്ലാസ്സിലകത്തുള്ള സ്റ്റേറ്റ് ID ഉണ്ട്, അതുപോലെ തന്നെ നെയിം ഉണ്ട്. അതിലോട്ട് ആ ഒരു വാല്യൂസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് IDയിലോട്ട്. അതായത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ, അതായത് ഇവിടെ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ എന്ത് ID, S1നും ID ഉണ്ടാവും, അതുപോലെ തന്നെ S2നും സെപ്പറേറ്റ് ID ഉണ്ടാവും. അതുപോലെ തന്നെ S1ന് എന്തുണ്ട്, S1ന് സെപ്പറേറ്റ് ID ഉണ്ട്, അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ S2നും ഉണ്ട് IDയും നെയിമും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ഒബ്ജക്റ്റിനും സെപ്പറേറ്റ് എന്തുണ്ട്, IDയും നെയിമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യൂസിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ S1ലുള്ള വാല്യൂ എന്തൊക്കെയായിരിക്കും, 111 കരൺ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ S2ൽ എന്തായിരിക്കും, 222 ആര്യൻ എന്ന് പറയുന്ന നെയിമും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ S1 ഡോട്ട് ഡിസ്പ്ലേനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിൻ്റ് ആവുക, 111 കരൺ എന്നും. അതുപോലെ തന്നെ S2 ഡോട്ട് ഡിസ്പ്ലേനെ വിളിച്ചു കഴിഞ്ഞാലോ 222 ആര്യൻ എന്നായിരിക്കും പ്രിൻ്റ് ആകുന്നത്. ജസ്റ്റ് ഒന്ന് ഔട്ട്പുട്ട് നോക്കൂ, കണ്ടോ, ഈ ഒരു ഔട്ട്പുട്ടാണ് ഞാൻ പറഞ്ഞ ഈ സെയിം ഔട്ട്പുട്ടാണ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, നമുക്ക് കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്താണ്, ജാവയിൽ കൺസ്ട്രക്ടർ ഓവർലോഡിങ് നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്, മെത്തേഡ് ഓവർലോഡിങ് അതുപോലെ തന്നെ മെത്തേഡ് ഓവർ റൈഡിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓവർലോഡിങ് എന്താണെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ജാവയിൽ എന്താണ് കൺസ്ട്രക്ടർ, ഇൻ ജാവ എ കൺസ്ട്രക്ടർ ഈസ് ജസ്റ്റ് ലൈക്ക് എ മെത്തേഡ് ബട്ട് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ്. നമുക്ക് എന്തുണ്ടാവില്ല, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. പക്ഷേ എന്തുണ്ട്, ഇറ്റ് ക്യാൻ ആൾസോ ബി ഓവർലോഡഡ് ലൈക്ക് ജാവ മെത്തേഡ്സ്. ജാവയിൽ മെത്തേഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓവർലോഡ് ചെയ്യാറുണ്ട്. അതായത് സെയിം മെത്തേഡിനെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഡിഫറെൻറ്റ്
അതായത് സെയിം നെയിമുള്ള മെത്തേഡ്സിന് തന്നെ ഡിഫറെൻറ്റ് ടൈം എന്ത് ചെയ്യാറുണ്ട്, കോൾ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കോൾ ചെയ്യല്ല, ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ ജാവയിൽ ഈസ് എ ടെക്നിക് ഓഫ് ഹാവിങ് മോർ ദാൻ വൺ കൺസ്ട്രക്ടർ. അതായത് ഒരു കൺസ്ട്രക്ടർ അല്ല, എന്ത് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടർ വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റർ ലിസ്റ്റ്. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും, ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ട് അതിൻ്റെ ടൈപ്പിൽ ഉണ്ടാവും എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും, അതുപോലെ തന്നെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, അതായത് അതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ വേ ദാറ്റ് ഈച്ച് കൺസ്ട്രക്ടർ പെർഫോം എ ഡിഫറെൻറ്റ് ടാസ്ക്. അതായത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, സെയിം നെയിം ഉള്ളത് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെത്തേഡ് ഓവർലോഡിങ്ങും പഠിച്ച ആ ഒരു ടൈമിൽ പഠിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് പാരാമീറ്റർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണെങ്കിൽ ഇൻറ്റീജർ വാല്യൂ മാത്രമാണെങ്കിൽ രണ്ട് നമ്പേഴ്സിനെയും ഇൻറ്റീജറായിട്ട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ആഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ നമുക്കൊരു ഫ്ലോട്ട് ആയിട്ടുള്ള വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആ സെയിം രീതിയിലുള്ള മെത്തേഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെത്തേഡ് ഓവർലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റിനെ കൂടി പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കിനെ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, മെത്തേഡ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് 5 എന്ന് പറയുന്നൊരു ക്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ID കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻ്റെ ID, സ്ട്രിങ് നെയിം എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതുപോലെ തന്നെ ഇൻ്റെ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ആർഗ്യുമെൻ്റുള്ള കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റുഡൻറ്റ് 5ൽ ഇൻ്റെ I അതുപോലെ തന്നെ സ്ട്രിങ് N എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, സോറി, ഇത് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ID-യിലോട്ട് എന്ത് വെക്കുന്നു, I എന്ന് പറയുന്ന ഏതാണോ വാല്യൂ വരുന്നത് അതിനെ നമ്മൾ നേരെ എടുത്ത് എവിടോട്ട് വെക്കും, ID-യിലോട്ട് വെക്കും. അതുപോലെ തന്നെ നെയിമിലോട്ട് N-ൽ എന്താണ് വാല്യൂ വരുന്നത് അതിനെ നെയിമിലോട്ടും അസൈൻ ചെയ്ത് വെക്കും. പിന്നെ അതുപോലെ തന്നെ നോക്കൂ, ഈ സ്റ്റുഡൻറ്റ് 5 എന്ന് പറയുന്നത് സെയിം എന്താണ് കൺസ്ട്രക്ടറാണ്, അതുപോലെ തന്നെ സെയിം നെയിമുള്ള മറ്റൊരു കൺസ്ട്രക്ടറിനെ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ ഡിഫറൻറ്റ്, 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇതെന്തായി, മെത്തേഡ് ഓവർലോഡിങ് ആയി. ഓക്കെ, മെത്തേഡ് ഓവർലോഡിങ് കൂടിയാണ് ഇത്. നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ടൈം എന്ത് ചെയ്തു, യൂസ് ചെയ്തു, കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്തു. അത് മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്ത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പത്തേൽ നമ്മൾ ID-യും നെയിമും മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിലെന്ത് കൊടുത്തിട്ടുണ്ട്, ID ഉണ്ട്, നെയിമുണ്ട്, ഏജ് കൂടി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് എന്താ ചെയ്യുന്നത്, ID, നെയിം അതുപോലെ തന്നെ ഏജിനെ പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. ഇവിടെ നോക്കൂ, മെയിൻ മെത്തേഡിനകത്ത് നോക്കൂ, നമ്മൾ S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ S1ൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു നമ്പർ പാസ് ചെയ്ത് കൊടുത്തു 111, അതുപോലെ തന്നെ കരൺ എന്ന് പറയുന്ന ഇത് മാത്രം പാസ് ചെയ്ത് കൊടുത്തു. അതായത് ID-യും നെയിമും മാത്രം പാസ് ചെയ്ത് കൊടുത്തു. ആ ഒരു ടൈമിൽ എന്തായിരിക്കും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഈ ID-യും അതുപോലെ തന്നെ നെയിമും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. വേറൊരു കാര്യം കൂടി ചെയ്യും, ഈ ഒരു S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് വേറൊരാൾ കൂടി ഉണ്ട്, ഏജ് എന്ന് പറയുന്നൊരു ഇത് കൂടി ഉണ്ട്, പ്രോപ്പർട്ടി കൂടി ഉണ്ട്. അപ്പോൾ ഈ ഏജിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇൻഡ് ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂ ആണ് ഏജിൽ വരിക. അപ്പോൾ അതിന് ഡിഫോൾട്ടായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും, 0 കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഡിഫോൾട്ടായിട്ട് ഈ കൺസ്ട്രക്ടർ ഒരു കാര്യം കൂടി ചെയ്യുന്നില്ലേ. ഓക്കെ, ഡിഫോൾട്ടായിട്ട് ഒരു വാല്യൂ കൂടി കൊടുക്കുന്നുണ്ട്, ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമായി ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ സ്റ്റുഡൻറ്റ് 5ൽ എന്ത് കൊടുക്കുന്നത്, 222 എന്ന് പറയുന്ന ID കൊടുക്കുന്നു, അതുപോലെ തന്നെ ആര്യൻ, അതുപോലെ 25 എന്ന് പറയുന്ന ഏജ്. ഓക്കെ, ഇപ്പോൾ ഏജും കൂടി കൊടുത്തിട്ട് 3 വാല്യൂസും കൊടുത്തു. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതായിരിക്കും, ഈ സ്റ്റുഡൻറ്റ് 5 എന്ന് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ, ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്. ഓക്കെ, അതായത് കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ കമ്പൈലറാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് ഇതിൽ ഏതാണ്. നമ്മളിപ്പോൾ മെത്തേഡ് ഓവർലോഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഇത് നടക്കുന്നത്, ഈ കമ്പൈലറാണ് എന്ത് ചെയ്യുന്നത്, ജാവൻ്റെ കമ്പൈലറാണ് ഇത് തീരുമാനിക്കുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻസിൻ്റെ ടൈപ്പിനനുസരിച്ചും അതുപോലെ തന്നെ നമ്പറിനനുസരിച്ചും എത്ര നമ്പർ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്
അതിൻ്റെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് ആണ് എന്ത് തീരുമാനിക്കുന്നത്, ഏത് മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ റൺ ആവാനുള്ളത് എന്നിത് തീരുമാനിക്കുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി S1.display എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രിൻ്റ് ആയിട്ടുണ്ടാവും? ആദ്യം നമ്മൾ 111 അതുപോലെ തന്നെ കരൺ എന്ന് മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താ നോക്കാം നമുക്ക് ഔട്ട്പുട്ട് 111 കരണ് ഔട്ട്പുട്ട്, പിന്നെ 0 കൂടി വന്നിട്ടുണ്ട്. അതെന്താണ്? നമ്മുടെ ഏജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ, അതായത് നെക്സ്റ്റ് രണ്ടാമത്തേൽ എന്ത് വന്നിട്ടുണ്ട്? 222 ആര്യൻ 25 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി വന്നിട്ടുണ്ട്. അത് ഏജ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ള S2.display വിളിച്ചപ്പോഴാണ് ആ ഒരു ഔട്ട്പുട്ട് പ്രിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മെത്തേഡ് ഓവർലോഡിങ് അല്ല, കൺസ്ട്രക്ടറിനെ ഓവർലോഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡിഫറൻസും കാര്യങ്ങളും പഠിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്ട്രക്ടർ അതുപോലെ തന്നെ മെത്തേഡ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. There are many differences between constructor and methods. They are given below. ഓക്കെ, അപ്പോൾ അത് താഴെ നോക്കാം നമുക്ക്. ജാവ കൺസ്ട്രക്ടർ അതുപോലെ തന്നെ ജാവ മെത്തേഡ് 2 കോളങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എ കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ദ സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ്സ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ജസ്റ്റ് ഞാൻ വേരിയബിൾ ആയിട്ട് പറയാറില്ലേ, അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിഫോൾട്ടായിട്ട് അതിനൊരു വാല്യൂവിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അസൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിലോട്ടൊരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പോസ് ദ ബിഹേവിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ എന്താണോ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് അതിനെ നമ്മൾ എപ്പോഴേ യൂസ് ചെയ്യുള്ളൂ, നമ്മൾ ജസ്റ്റ് എന്ത് കോൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ മെത്തേഡിനകത്ത് എന്തൊക്കെ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ എന്താണോ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മെത്തേഡിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കോൾ ചെയ്യുന്ന ടൈമിൽ മാത്രമായിരിക്കും അത് റൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ, എ കൺസ്ട്രക്ടർ മസ്റ്റ് നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ്. കൺസ്ട്രക്ടറിന് എന്തില്ല, ഒരു റിട്ടേൺ ടൈപ്പ് ഇല്ല. ഓക്കെ, അത് നമ്മൾ മുമ്പ് പറഞ്ഞു. പിന്നെ എ മെത്തേഡ് മസ്റ്റ് ഹാവ് എ റിട്ടേൺ ടൈപ്പ്. പിന്നെ വേറൊരു കാര്യം എന്താണ്, മെത്തേഡിന് എന്ത് വേണം, എന്തായാലും ഒരു റിട്ടേൺ ടൈപ്പ് കൊടുക്കണം, ഇല്ലെങ്കിൽ എന്ത് വരും, എറർ വരും. ഓക്കെ, അപ്പോൾ അതിനെന്ത് വേണം, ഒരു റിട്ടേൺ ടൈപ്പ് വേണം. ഇപ്പോൾ റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, വോയിഡ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ദ കൺസ്ട്രക്ടർ ഈസ് ഇൻവോക്ഡ് ഇംപ്ലിസിറ്റ്ലി. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടറിനെ എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്, ഇംപ്ലിസിറ്റ് ആയിട്ടാണ്. അതായത് ഇംപ്ലിസിറ്റ് ആയിട്ട് ഇൻവോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിനെ കോൾ ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ദ മെത്തേഡ് ഈസ് ഇൻവോക്ഡ് എക്സ്പ്ലിസിറ്റ്ലി. അതായത് ഇപ്പോൾ മെത്തേഡിന് നമ്മൾ എപ്പോഴാണ് കോൾ ചെയ്യുന്നത്, ഇതിന് എപ്പോഴാണോ നമുക്ക് ആവശ്യം ആ ഒരു ടൈമിൽ മാത്രമാണ് അതിനെ കോൾ ചെയ്യുന്നത്. പക്ഷേ കൺസ്ട്രക്ടറിനെ എപ്പോഴാണ്, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദ ജാവ കമ്പൈലർ പ്രൊവൈഡ്സ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇഫ് യു ഡോണ്ട് ഹാവ് എനി കൺസ്ട്രക്ടർ ഇൻ എ ക്ലാസ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ, ദ മെത്തേഡ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ബൈ ദ കമ്പൈലർ ഇൻ എനി കേസ്. എന്ത് ചെയ്യുന്നില്ല, കമ്പൈലർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ കമ്പൈലർ എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി എന്തില്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ ഇല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ അത് പ്രൊവൈഡ് ചെയ്യും. ദ കൺസ്ട്രക്ടർ, നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്, ദ കൺസ്ട്രക്ടർ നെയിം മസ്റ്റ് ബി ദ സെയിം ആസ് ദ ക്ലാസ് നെയിം. അത് നമുക്കറിയാം. ദ മെത്തേഡ് നെയിം മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദ ക്ലാസ് നെയിം. അത് എന്താവാം, ക്ലാസ് നെയിം ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെയിം ആവാം. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം മെത്തേഡിന്. പക്ഷേ എന്തായിരിക്കണം, കൺസ്ട്രക്ടറിൻ്റെ നെയിം എന്ന് പറയുന്നത് ക്ലാസിൻ്റെ നെയിം തന്നെ ആയിരിക്കണം, വേറെ നെയിം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് എന്ത്, ജാവയിലെ കോപ്പി കൺസ്ട്രക്ടർ. ദർ ഈസ് നോ കോപ്പി കൺസ്ട്രക്ടർ ഇൻ ജാവ. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെൻറ്റ്സിനെ വെച്ചിട്ട് ബേസ്ഡായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റെഫർ ചെയ്തിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് നോക്കിയാൽ മതി. അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ കൂടുതൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് പഠിക്കുക. വീഡിയോ കണ്ട് പഠിക്കുന്നതിനോട് കൂടെ അത് പഠിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ജാവ കോപ്പി കൺസ്ട്രക്ടർ. ജാവയിൽ കോപ്പി കൺസ്ട്രക്ടർ ഇല്ല. പക്ഷെ എന്താണ്, വി ക്യാൻ കോപ്പി ദ വാല്യൂസ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ. നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാല്യൂവിനെ കോപ്പി ചെയ്യാൻ പറ്റും. ലൈക്ക് എങ്ങനെ, C++ലൊക്കെ ചെയ്യുന്നത് പോലെ. ദർ ആർ മെനി വേ ടു കോപ്പി ദ വാല്യൂസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഇൻ ടു അനദർ ഇൻ ജാവ. ജാവയിൽ എന്തുണ്ട്,
പല രീതിയിൽ കോപ്പി ചെയ്യാൻ പറ്റും ബൈ കൺസ്ട്രക്ടർ വെച്ചിട്ട്. അതുപോലെ തന്നെ അസൈൻ ദ വാല്യൂ ഓഫ് വൺ ഒബ്ജക്റ്റ് ഇൻ ടു അനദർ. ഒരു ഒബ്ജക്റ്റിൽ അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറെ ഒന്നിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂവിനെ കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ക്ലോൺ ചെയ്തിട്ട് മെത്തേഡ് ഓഫ് ഒബ്ജക്റ്റ് ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, ക്ലോൺ ചെയ്തിട്ട് ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ക്ലോൺ ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. In this example, we are going to copy the value of one object into another using Java constructor. ജാവയിലെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കോപ്പി ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ ജാവ പ്രോഗ്രാം ടു ഇനീഷ്യലൈസ് ദ വാല്യൂ ഫ്രം വൺ ഒബ്ജക്ട് ടു അനദർ ഒബ്ജക്ട്. സ്റ്റുഡൻറ്റ് 6 എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഇവിടെ കൊടുത്തു. ഇവിടെ ID അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട് ഇവിടെ. അതിൽ കൺസ്ട്രക്ടർ ടു ഇനീഷ്യലൈസ് ഇൻറ്റീജർ ആൻഡ് സ്ട്രിങ്. ഓക്കെ, ഇവിടെ ഏതൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റീജർ അതുപോലെ തന്നെ സ്ട്രിങ് രണ്ട് ഇതാ കൊടുക്കുന്നത് പാരാമീറ്ററൈസിന്. ഇൻറ്റ് ഐ അതുപോലെ തന്നെ സ്ട്രിങ് എന്ന് പറയുന്നത്. അവിടെ ID-ലോട്ട് I വെക്കുന്നു, അതുപോലെ തന്നെ നെയിമിലോട്ട് N വെക്കുന്നു, നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ എന്താ വെച്ച് ഇൻറ്റീജറും അതുപോലെ തന്നെ സ്ട്രിങ്ങും ആണ് ഇതിലോട്ട് പാസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതിൽ എന്താ, കൺസ്ട്രക്ടർ സ്റ്റുഡൻറ്റ് 6 എന്ന് പറയുന്ന സെയിം ക്ലാസ് നെയിമാണ്, ഇത് കൺസ്ട്രക്ടറാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ പാസ് ചെയ്തിട്ടുള്ളത് നോക്കൂ, സ്റ്റുഡൻറ്റ് 6 എന്ന് പറയുന്നതും അതുപോലെ തന്നെ S എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് അവിടെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നെയിം ഉണ്ടാവില്ല, വേരിയബിൾ നെയിം ലൈക്ക് N എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണോ പാസ് ചെയ്തിട്ടുള്ള ആ വാല്യൂവിനെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പാരാമീറ്ററാണത്, അതിൻ്റെ ടൈപ്പാണ് നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുന്ന ഇൻറ്റീജർ അതുപോലെ തന്നെ സ്ട്രിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ഏതാ നോക്കും, നമ്മുടെ തൊട്ട് മുകളിലുള്ള കൺസ്ട്രക്ടർ ഏതാണോ സ്റ്റുഡൻറ്റ് 6 അതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്ത് നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഏതാണോ ഒബ്ജക്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ID-ലോട്ട് എന്ത് വെച്ചു, ആ S.ID വെച്ചു. എസ്സിൽ ആ S എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ID എന്താണോ അത് ഡയറക്റ്റ് ഇതിലോട്ട് വെച്ചു, അതുപോലെ തന്നെ ID-ലോട്ട് വെച്ചു. അതുപോലെ തന്നെ S.നെയിം, ആ ഒരു S എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നെയിം എന്താണോ അതിനെ എന്ത് വെച്ചു, നെയിം എന്ന് പറയുന്നതിലോട്ടും അസൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ID-യും അതുപോലെ തന്നെ നെയിമും പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. S1 എന്ന് പറയുന്നിടത്ത് ക്രിയേറ്റ് ചെയ്തു നമ്മൾ 111. അതുപോലെ തന്നെ കരൺ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏതാ വർക്ക് ചെയ്യുക, ഈ സ്റ്റുഡൻറ്റ് 6 എന്ന് പറയുന്ന ഇതാണ് പാസ് ചെയ്യുന്നത്. കാരണം ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു വാല്യൂം അതുപോലെ തന്നെ സ്ട്രിങ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അത് രണ്ടും ID-ലോട്ടും അതുപോലെ തന്നെ I എന്ന് പറയുന്ന വേരിയബിളിലോട്ടും അത് വന്നിട്ടുണ്ടാവും, നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യിക്കും, ID-യും നെയിമും പ്രിൻ്റ് ചെയ്യിക്കും. അപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യുക, 111 കരൺ എന്നാണ് പ്രിൻ്റ് ചെയ്യുക. കാരണം S1 ഡോട്ട് ഡിസ്പ്ലേനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് 6 എന്ന് പറയുന്ന അതിൻ്റെ കൺസ്ട്രക്ടറിനെ അവിടെ കോൾ ചെയ്ത് എന്നിട്ട് S1 എന്ന് പറയുന്ന ഈ തൊട്ട് മുകളിലുള്ള S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, അതിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുത്തു. S1-ന് എന്തൊക്കെയുണ്ട്, S1-ന് 111 അതുപോലെ തന്നെ കരൺ എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്, രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഏതൊക്കെയാണ്, ഒരു ID ഉണ്ട് അതുപോലെ തന്നെ ഒരു നെയിമും ഉണ്ട്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് എന്തായിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ എടുത്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് നടക്കും, ഇനീഷ്യലൈസേഷൻ നടക്കും. എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൺസ്ട്രക്ടർ എന്ത് ചെയ്യും, ഇവിടെ ID-ലോട്ട് S1 ഡോട്ട് അതായത് S.ID വെക്കും, അതുപോലെ തന്നെ S.നെയിം വെക്കും. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല, നമ്മൾ S1-നെ പാസ് ചെയ്ത് ഇവിടെ എന്താ S മാത്രം യൂസ് ചെയ്തിരിക്കണേ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ ടൈപ്പ് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ഏത് നെയിമും ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് S എന്നോ M എന്നോ ഏത് വേണമെങ്കിൽ എല്ലോ ഇഷ്ടമുള്ള നെയിം അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, പക്ഷെ ആ ടൈപ്പ് എന്താ ചെയ്യാൻ മതി, സ്റ്റുഡൻറ്റ് 6 എന്ന് പറയുന്ന സെയിം കൺസെപ്റ്റ് ആയാൽ മതി, അതായത് ഒബ്ജക്റ്റിനെ തന്നെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ S2 ഡോട്ട് ഡിസ്പ്ലേ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രിൻ്റ് ചെയ്യുക, കാരണം സെയിം S2-ലും എന്ത് തന്നെയാണ് ഇപ്പോൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, S1-ൽ എന്താണോ വാല്യൂ ഉള്ളത് അതിനെ തന്നെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, കോപ്പി ചെയ്തിട്ട് അതിലോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 111 കരൺ എന്ത് തന്നെയാണ് അവിടെ പ്രിൻ്റ് ആക്കുന്നത്. കണ്ടോ, രണ്ടിൻ്റെയും ഔട്ട്പുട്ട് സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ത്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കോപ്പിയിങ് വാല്യൂസ് വിത്തൗട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, കൺസ്ട്രക്ടർ ഇല്ലാതെ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, വാല്യൂവിനെ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ വി ക്യാൻ കോപ്പി ദ വാല്യൂസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഇൻ ടു അനദർ ബൈ അസൈനിങ് ദ ഒബ്ജക്ട്സ് വാല്യൂ ടു അനദർ ഒബ്ജക്റ്റ്.
ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യുക, കൺസ്ട്രക്ടറിൻ്റെ എന്ത് ചെയ്യുന്നില്ല, കൺസ്ട്രക്ടറിനെ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് മറ്റൊരു ഒബ്ജക്റ്റിലോട്ട് വാല്യൂസ് അസൈൻ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദിസ് കേസ് ദർ ഈസ് നോ നീഡ് ടു ക്രിയേറ്റ് ദ കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിനെ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇന്ത്യ ID എന്ന് പറയുന്നുണ്ട്, നെയിം ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് 7 എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ആ കൺസ്ട്രക്ടറിനകത്ത് എന്താ ചെയ്യുന്നത്, അത് ഒറ്റ കൺസ്ട്രക്ടറുള്ളൂ നമുക്ക് ഇവിടെ. ഈ ഒരു കൺസ്ട്രക്ടറിനകത്ത് എന്താ ചെയ്യുന്നത്, ഇൻറ്റ് I. ഓക്കെ, ഇൻറ്റ് I സ്ട്രിങ് N എന്ന് പറയുന്നുണ്ട്. IDയിലോട്ട് Iയിൽ വരുന്ന വാല്യൂവിന് വെക്കും, അതുപോലെ തന്നെ നെയിമിൽ Nൻ്റെ വാല്യൂ വെക്കും. ഓക്കെ, സ്റ്റുഡൻറ്റ് 7 എന്ന് പറയുന്നൊരു കൺസ്ട്രക്ടർ ഉണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ ഓക്കെ, ഈ കൺസ്ട്രക്ടറിൻ്റെ ആവശ്യം എന്താ, ഈ കൺസ്ട്രക്ടറിനെ ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആർഗ്യുമെൻ്റ് ഒന്നും പാസ് ചെയ്യാതെ, ഓക്കെ, ഡിഫോൾട്ട് ആയിട്ടുള്ള കൺസ്ട്രക്ടർ. ഓക്കെ, നമുക്കിത് ഇവിടെ കൊടുക്കാതെയും ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം. ഇവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിലെന്ത് ചെയ്തിട്ട് സിസ് ഔട്ടിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ്, IDയും അതുപോലെ തന്നെ നെയിമും പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിനെ, അതായത് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ പ്രിന്റ് ചെയ്യും, IDയും നെയിമും പ്രിന്റ് ആവും. അപ്പോൾ S1 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ കൺസ്ട്രക്ടർ സ്റ്റുഡൻറ്റ് 7 എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൺസ്ട്രക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു. അത് പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ടറാണ്. അവിടെ എന്തൊക്കെ ID പാസ് ചെയ്ത് കൊടുത്തു, അതുപോലെ തന്നെ നെയിമും പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എന്തുണ്ട്, S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെയുണ്ട്, IDയും ഉണ്ട്, നെയിമും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ S2 എന്ന് പറയുന്നതിനെ ക്രിയേറ്റ് ചെയ്തു. അതിലെന്താണ്, ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് 7 എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ്, ഡിഫോൾട്ട് ആയിട്ടുള്ള നോ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള, അതായത് ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത നോ ആയിട്ടുള്ള എന്താണ് കൺസ്ട്രക്ടറാണ് നമ്മളിവിടെ കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടാവില്ല, അതിനകത്ത് വാല്യൂ ഡിഫോൾട്ടായിട്ട് എന്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക, 0, അതുപോലെ തന്നെ എന്ത് വെച്ചിട്ടുണ്ടാവും, നള്ളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും, അതിൽ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ കോപ്പി ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. S2ൽ ഇപ്പോൾ എന്തൊക്കെയുള്ളത്, 0 നള്ളൊക്കെയാണ് ഉള്ളത്. പക്ഷെ അതിനെ മാറ്റിയിട്ട് S1ൽ എന്തൊക്കെയുണ്ട്, ID 111 ഉണ്ട്, അതുപോലെ തന്നെ കരൺ എന്ന് പറയുന്ന നെയിമും ഉണ്ട്. അപ്പോൾ S2ൻ്റെ IDയിലോട്ട് S1ൻ്റെ IDനെ കോപ്പി ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ S2ൻ്റെ നെയിമിലോട്ട് S1ൻ്റെ നെയിമിനെ കോപ്പി ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇപ്പോൾ എന്ത് ചെയ്തു, കോപ്പി ചെയ്ത് വെക്കൽ കഴിഞ്ഞു. നെക്സ്റ്റ് ഇതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂസിന് മറ്റൊരു ഒബ്ജക്റ്റിലോട്ട് എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, ഒബ്ജക്റ്റിനെ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുന്നു, S1നെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു, അതുപോലെ തന്നെ S2നെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എന്തൊക്കെ കിട്ടും, 111 കരൺ. സെയിം നെയിമിനെ തന്നെ എന്ത് ചെയ്തു, കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 111 കരൺ എന്ന് പറയുന്ന വാല്യൂസ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡസ് കൺസ്ട്രക്ടർ റിട്ടേൺ എനി വാല്യൂ. ഓക്കെ, കൺസ്ട്രക്ടർ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇത് നിങ്ങളെ എന്ത് ചെയ്യാൻ ചിലപ്പോൾ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് ഇല്ല. പക്ഷെ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നില്ലേ. റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ കൊടുക്കുന്ന ആ ഒരു കൺസ്ട്രക്ടറിൻ്റെ മെത്തേഡിൻ്റെ ഒരു നെയിം ഉണ്ടാവില്ലേ, അതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുന്ന ഇത് തന്നെയാണ് എന്ത് പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് റിട്ടേൺ ടൈപ്പ് അത് ഇല്ല അതിന്. പക്ഷേ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഉണ്ട് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ദ കറണ്ട് ക്ലാസ് ഇൻസ്റ്റൻസ്, യു കനോട്ട് യൂസ് റിട്ടേൺ ടൈപ്പ്. ഓക്കെ, നമുക്ക് റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ റിട്ടേൺ ചെയ്യും. നമ്മളിപ്പോൾ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, 2 ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഡ് ചെയ്തിട്ടൊരു റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിക്കുന്നില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, എന്ത് റിട്ടേൺ, വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തില്ല, റിട്ടേൺ ടൈപ്പ് ഇല്ല. ഓക്കെ, പിന്നെ ക്യാൻ കൺസ്ട്രക്ടർ പെർഫോം അതർ ടാസ്ക് ഇൻസ്റ്റെഡ് ഓഫ് ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടോ കൺസ്ട്രക്ടർ? യെസ്, ലൈക്ക് ഒബ്ജക്റ്റ് ക്രിയേഷൻ, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് എ ത്രെഡ്, പിന്നെ കോളിങ് എ മെത്തേഡ് കോൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈസ് ദർ കൺസ്ട്രക്ടർ ക്ലാസ് ഇൻ ജാവ. അതായത് ജാവയിൽ ഏതൊക്കെ കൺസ്ട്രക്ടർ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതെ, ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ടർ ക്ലാസ്? അപ്പോൾ കൺസ്ട്രക്ടർ ക്ലാസിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ജാവ പ്രൊവൈഡ്സ് എ കൺസ്ട്രക്ടർ ക്ലാസ് വിച്ച് ക്യാൻ ബി യൂസ് ടു ഗെറ്റ് ദ ഇൻറ്റേർണൽ ഇൻഫർമേഷൻ ഓഫ് എ കൺസ്ട്രക്ടർ ക്ലാസ് ഇൻ ദ ക്ലാസ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ java.lang.reflect പാക്കേജ്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ java.lang.reflect എന്ന് പറയുന്ന ഒരു പാക്കേജിലാണ് ഈ ഒരു കൺസ്ട്രക്ടർ ക്ലാസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ടു ഗെറ്റ് ദ
അതായത് ഒരു ക്ലാസ്സിനകത്തുള്ള ഇൻറ്റേർണൽ, അതായത് അവിടെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും കോഡും കാര്യങ്ങളൊക്കെ പ്രോഗ്രാം എന്തൊക്കെയാണോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ ഈ ലാസ്റ്റ് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും സിമ്പിളായിട്ടുള്ള നിങ്ങൾ അധികം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഇതിനെക്കുറിച്ച് നോക്കുക. പിന്നെ അതിൽ എന്ത് ചെയ്യുക ഈ റിട്ടേൺ ടൈപ്പിൻ്റെ കാര്യങ്ങളും എന്ത് ചെയ്യണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനത്തെ എന്ത് ചെയ്യാൻ ചിലപ്പോൾ ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, പക്ഷേ റിട്ടേൺ ടൈപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസ്ട്രക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവർ ചാനൽ സബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോസൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വേറെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.